നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർക്ക് 34 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 2030 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് പോർച്ചുഗീസ് സൂപ്പർ താരമായിരുന്ന നാനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോണസ്റ്റ്ലി ഞാൻ വിചാരിക്കുന്നത് യെസ്, നെയ്മർ കളിക്കാൻ പറ്റുമെന്നാണ്. നെയ്മർ നല്ല ഫിസിക്കൽ ഷേപ്പിലാണ്. പക്ഷേ ഇനി അദ്ദേഹം ഒരു മികവിലുണ്ടായിരുന്നൊരു വേർഷനുണ്ട്, നെയ്മറുടെ ഒരു ബെസ്റ്റ് വേർഷനുണ്ട്. അതിലേക്കെത്താൻ ഇനിയും അദ്ദേഹത്തിന് വർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം നല്ല ഫിസിക്കൽ ഫോമിലാണെങ്കിൽ, ഫിസിക്കൽ കണ്ടീഷനിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോക്കർ ടാലൻറ്റ് അത് അത്രയധികമുള്ള ഒരാളാണ്. അത് വെച്ച് അദ്ദേഹത്തിന് തിരികെ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ റീസെൻ്റ് ഇയേഴ്സിൽ ഒരുപാട് സീരിയസ് ഇഞ്ചുറീസ് അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ടഫായിട്ടുള്ള ഇഞ്ചുറികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് തിരികെ വരാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഹാർഡ് ടു സക്സീഡ്. ആ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതുപോലെ വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ ഞാൻ നെയ്മറുടെ കാര്യത്തിൽ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേച്ചുറലി നെയ്മറിനുള്ളൊരു ടാലൻറ്റ് വെച്ചിട്ട് എല്ലായ്പ്പോഴും ഫുട്ബോളിൽ മികവ് കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് നെയ്മർ ജൂനിയർ. പക്ഷേ ഫാൻസ് എന്താ വിചാരിക്കുന്നത്? നെയ്മർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ എപ്പോഴും പെർഫോം ചെയ്യണമെന്നല്ലേ? പക്ഷേ അത് അദ്ദേഹത്തിന് പോസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇനിയും വർക്ക് ചെയ്യേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ 41 വയസ്സിൽ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മെസ്സിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നു നെയ്മർക്കും പോസിബിളാണ്. അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പും കളിക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടത് എന്താ? മൈൻഡ് സെറ്റാണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ഡെഡിക്കേഷൻ. അതുപോലെ തന്നെ അടുത്ത 4 വർഷം അടുത്ത വേൾഡ് കപ്പിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് സാധിച്ചാൽ നെയ്മർ ജൂനിയർക്ക് അടുത്ത വേൾഡ് കപ്പും കളിക്കാൻ പറ്റുമെന്നാണ് നാനി പറയുന്നത്. അപ്പോൾ നാനി പറഞ്ഞത്രയേ ഉള്ളൂ, നെയ്മറുടെ ടാലൻറ്റ്, നെയ്മറുടെ മികവ്, ഇതൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ നെയ്മർ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വേർഷൻ തിരികെ പിടിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് കപ്പ് പോലെയുള്ളൊരു ടൂർണമെൻറ്റൊക്കെ കളിക്കുമ്പോൾ. ഇനിയിപ്പോൾ 38 വയസ്സിലാണ് അടുത്ത വേൾഡ് കപ്പ് വരിക. 38 വയസ്സായി എന്ന് വിചാരിച്ച് അതൊരു നെഗറ്റീവ് അടിച്ച് കാണേണ്ടതില്ല. കാരണം 41 വയസ്സിൽ ക്രിസ്ത്യാനോയും 39 വയസ്സിൽ മെസ്സിയും ഒക്കെ വേൾഡ് കപ്പ് കളിക്കുന്നത് നമ്മൾ കണ്ടു. അവരെ കൊണ്ടാകുമെങ്കിൽ നെയ്മറെ കൊണ്ടുമാവും. പക്ഷെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത 4 വർഷക്കാലം അടുത്ത വേൾഡ് കപ്പിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകണം. അതിന് സാധിച്ചാൽ നെയ്മർക്ക് അടുത്ത വേൾഡ് കപ്പും കളിക്കാൻ പറ്റുമെന്ന് നാനി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.